പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂലൈ 17-ന് തുടക്കമാകും. പ്ലാറ്റിനം ജൂബിലി പരിപാടികളും ബിരുദദാന ചടങ്ങും ജൂലൈ 17-ന് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രൊവിഡൻസ് കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് ആക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമത്തിലാണ്. ഇപ്പോൾ തന്നെ 40 kV സോളാർ ഉണ്ട്. അതുപോലെ എല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ പ്രൊവിഡൻസിന്റെ ഒരു ചരിത്ര പുസ്തകം കൂടി എഴുതുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു തിയേറ്റർ കം സെമിനാർ കോംപ്ലക്സിന്റെ നിർമ്മാണം ഉടനെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഒരു 1 വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പസ് ഫെസ്റ്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പസ് ഫെസ്റ്റ് സെപ്റ്റംബർ മാസം ഞങ്ങൾ നടത്തുന്നതായിരിക്കും. പ്രൊവിഡൻസ് വിമൻസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സ്വയംഭരണ നേട്ടത്തിനു ശേഷമുള്ള ആദ്യത്തെ ബിരുദദാന ചടങ്ങും ജൂലൈ 17-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, MK രാഘവൻ MP, MLA അഡ്വക്കേറ്റ് K ജയന്ത്, കളക്ടർ മാധവിക്കുട്ടി MS, വാർഡ് കൗൺസിലർ ഹരീഷ് പറ്റങ്ങാടി തുടങ്ങിയവർ പങ്കെടുക്കും. ആദ്യകാലത്ത് 67 കുട്ടികളുമായി തുടങ്ങിയ കോളേജ് പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ 20 ബിരുദ കോഴ്സുകളും 6 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 6 ഗവേഷണ കേന്ദ്രങ്ങളുമായി ഇന്ന് 2300-ലധികം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന മികച്ച അക്കാദമിക കേന്ദ്രമാണ്. പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി 75 പ്ലാറ്റിനം ജൂബിലി സ്കോളർഷിപ്പുകളും സാമ്പത്തികമായി അർഹതപ്പെട്ട വിദ്യാർത്ഥിനിക്കുള്ള ഭവന നിർമ്മാണവും നിർവഹിക്കുമെന്നും കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.